തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം ഇന്നലെ പൂർത്തിയായി. രണ്ടാം ഘട്ടം എറണാകുളം, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ നാളെ നടക്കാനിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ മഹാരാജാസ് കോളേജിലാണ്. ജില്ലയിലാകെ 3132 പോളിംഗ് ബൂത്തുകളാണുള്ളത്. പരിശോധന പൂർത്തിയാക്കിയ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയാക്കി സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റും അടങ്ങുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് സാമഗ്രികളും കോവിഡ് പ്രതിരോധ കിറ്റും വിതരണം ചെയ്തു തുടങ്ങും. 28 സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണ് ജില്ലയിൽ ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തിലെത്തിക്കുന്നതിനുള്ള വാഹനങ്ങളുടെ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ബോട്ടുകളും യാത്രക്കായി ഒരുക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ആരംഭിച്ചു. അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം പോളിംഗ് സ്റ്റേഷനിലെ ഫസ്റ്റ് ഓഫീസർ അജിതയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തൊക്കെ പോളിംഗ് സാമഗ്രികളാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? കൂടുതലും നമ്മൾ കൊറോണ പേഷ്യൻസിന് അവരെ അതിൻ്റെ മുൻകരുതലായിട്ട് നമ്മൾ PPE കിറ്റ് ഞങ്ങൾക്ക് പോളിംഗ് ഓഫീസേഴ്സിന് എല്ലാവർക്കും PPE കിറ്റ് തന്നിട്ടുണ്ട്. സാനിറ്റൈസർ എന്നുള്ള സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അഥവാ കൊറോണ പേഷ്യൻസ് വരികയാണെങ്കിൽ നമ്മളതിന് മുൻകരുതലായിട്ടാണ് തന്നിരിക്കുന്നത്. അതിന് 5 മണിക്ക് ശേഷം മറ്റേ ഉള്ള ഇതിൻ്റെ കഴിയുമ്പോൾ നമുക്ക് കൊറോണ പേഷ്യൻസിന് അത് കഴിഞ്ഞുള്ള സമയം അത് കഴിഞ്ഞ് നമുക്ക് അത് സാനിറ്റൈസർ എല്ലാം ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. ഇലക്ഷൻ കാലത്ത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് വോട്ട് ചെയ്യാനായിട്ടുള്ള നീണ്ടൊരു ക്യൂ കാണുന്നുണ്ട്. അപ്പം ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന സംഭവമാണ്. അത് അത്തരത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്തരത്തിലുള്ള മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇതിനകത്തോട്ട് കയറാൻ നേരത്ത് തന്നെ ഒരു 3 പേരിൽ കൂടുതൽ നിൽക്കാൻ വയ്യ. കൂടുതൽ ആൾക്കാർ നമ്മൾ മറ്റേതിനെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ അടുങ്ങി കൂടുതൽ ആൾക്കാർ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, 3 പേരെ ഇതിനകത്തുള്ളിൽ നിർത്തത്തുള്ളൂ. അവർ 3 പേര് പോയി കഴിഞ്ഞിട്ട് അടുത്ത 3 പേര് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പോളിംഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോളിംഗ് മെറ്റീരിയൽസ് എല്ലാം കൈപ്പറ്റിയിട്ടിട്ട് എല്ലാം അവർ ചെക്ക് ലിസ്റ്റുമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിൽ കുറവുണ്ട് നമ്മൾ തിരിച്ചെന്ന് റിപ്പോർട്ട് ചെയ്ത് ആ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. വോട്ടർമാർ ക്യൂ നിൽക്കുമ്പോൾ സാമൂഹിക അകലം ഉറപ്പുവരുത്തുന്നതിനായി 1 മീറ്റർ അകലത്തിൽ പ്രത്യേകം അടയാളമിട്ടു നൽകും. അടയാളമിടുന്ന ജോലികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൂർത്തിയായി. ബൂത്തുകൾ അണുവിമുക്തമാക്കുന്ന ജോലികളും ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാകും. പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി പോളിംഗ് അസിസ്റ്റന്റ് നൽകുന്ന സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ നന്നായി വൃത്തിയാക്കണം. വോട്ട് രേഖപ്പെടുത്തുന്നതിന് രജിസ്റ്റർ ഒപ്പിടുന്നതിനുള്ള പേന കയ്യിൽ കരുതണമെന്നും മൂക്കും വായും മൂടത്തക്ക വിധം മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്നതടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വോട്ടവകാശം എന്നത് ഒരു പൗരന്റെ അവകാശവും അധികാരവുമാണ്. തിരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ ആഘോഷവും. അതുകൊണ്ട് തന്നെയാണ് ഈ കോവിഡ് കാലത്തും എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തുന്നതും. മഹാരാജാസ് കോളേജിൽ നിന്നും ക്യാമറമാൻ AK അജിത് ലാലിനോടൊപ്പം അക്ഷയ ജനാർദ്ദനൻ, കേരള ന്യൂസ് പ്രിന്റ്.